ആനയുടെ ശില്പം നിർമ്മിച്ച് ശ്രദ്ധേയനാകുന്ന ഒരു റിട്ടയർഡ് അധ്യാപകനെ പരിചയപ്പെടാം. കരിവള്ളൂർ കൊഴുമൽ സ്വദേശി ഗോവിന്ദൻ മാഷാണ് കൊഴുമൽ ഗവൺമെന്റ് LP സ്കൂൾ മുറ്റത്ത് 4.5 അടി ഉയരത്തിലുള്ള ആനയുടെ ശില്പം ഒരുക്കുന്നത്. ഒരു കാലത്ത് വിദ്യാർത്ഥിയായും പിന്നീട് അധ്യാപകനായും വേഷമിട്ട അതേ സ്കൂളിൽ ആനയുടെ ശില്പമൊരുക്കുന്ന തിരക്കിലാണ് ഗോവിന്ദൻ മാസ്റ്റർ. വയസ്സ് 80 ആയെങ്കിലും യുവത്വത്തിന്റെ പ്രസരിപ്പോടെയാണ് മാഷിന്റെ പ്രവൃത്തി. ചെറുപ്പകാലത്ത് അല്പസ്വല്പം വരയ്ക്കുമെങ്കിലും സർവീസിൽ നിന്നും വിരമിച്ചതിനു ശേഷമാണ് ശില്പനിർമ്മാണത്തിലേക്ക് കടന്നത്. വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ സിമന്റിൽ ശില്പങ്ങൾ നിർമ്മിച്ചായിരുന്നു തുടക്കം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വന്തം നാട്ടിലെ സ്കൂളിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ തോന്നിയത്. സ്കൂൾ മുറ്റത്തെ അമ്പഴങ്ങ ചുവട്ടിൽ ഒരു ആനയുടെ ശില്പം തീർത്താലോ എന്നായി ചിന്ത. അങ്ങനെ പ്രധാന അധ്യാപകന്റെയും PTA-യുടെയും അനുമതിയോടുകൂടി ശില്പനിർമ്മാണം ആരംഭിച്ചു. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം സിമന്റ് കൊണ്ട് ചെറിയ ചെറിയ ശില്പങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി. അപ്പോൾ ആ ഒരു താല്പര്യം വെച്ചിട്ട് ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് രാജമാഷോട് ഇങ്ങനെ പറഞ്ഞു, സാർ ഞാൻ ഈ സ്കൂളിൽ ഒരു ശില്പം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ രാജമാഷ് അതിന് സമ്മതിച്ചു. അപ്പോൾ സ്കൂൾ സൗന്ദര്യവൽക്കരണം എന്നൊരു പരിപാടിയുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടി ഭാഗം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ തുടങ്ങിയത്. എന്നും രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങും. സ്കൂളിൽ വിദ്യാർത്ഥികൾ എത്തുന്നതിന് മുമ്പ് തിരിച്ചു പോകും. മാസങ്ങളായി ഇങ്ങനെയാണ് മുന്നോട്ട് പോയതെങ്കിലും അപ്രതീക്ഷിതമായി എത്തിയ മഴ കാരണമാണ് മറ്റ് ഇടവേളകളിലും നിർമ്മാണം തുടരേണ്ട സ്ഥിതി വന്നതെന്ന് പ്രധാന അധ്യാപകൻ. സ്കൂളിൽ ഒരു 5 വർഷം അദ്ദേഹം അധ്യാപകനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സ്കൂളിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം വന്ന് നമ്മളോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ, ഒരു ശില്പം ഉണ്ടാക്കാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആനയുടെ രൂപമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തോട്ടത്തിലൊരു അമ്പഴങ്ങ കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ആനയുടെ ശില്പം ഉണ്ടാക്കാനുള്ള ഒരു അനുമതി PTA-യുടെ പെർമിഷൻ വാങ്ങിക്കൊടുത്തു. അദ്ദേഹം അന്നു മുതൽ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. ശരിക്കും പറഞ്ഞാൽ രാവിലെ സ്കൂൾ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്തും വൈകുന്നേരം അതുപോലെ 4 മണിക്കുള്ള സമയത്തൊക്കെ വന്നിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. കാലാവസ്ഥ ഇപ്പോൾ പ്രതികൂലമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇടവേളകളിലൊക്കെ വന്നിട്ട് അദ്ദേഹം ഇതിൻ്റെ പണി വേഗം പൂർത്തിയാക്കണം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. ഇരുമ്പ് കമ്പിയും നെറ്റും ഉപയോഗിച്ചായിരുന്നു സ്ട്രക്ചർ ഒരുക്കിയത്. മറ്റു പ്രവൃത്തികൾക്കായി സാൻഡും സിമന്റും ഉപയോഗിച്ചു. ഓണത്തിന് മുമ്പ് ശില്പം സ്കൂളിന് സമർപ്പിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഗോവിന്ദൻ മാസ്റ്റർ. 80-ാം വയസ്സിലും യുവത്വത്തിന്റെ പ്രസരിപ്പോടെ സിമന്റിൽ ശില്പങ്ങൾ തീർക്കുന്ന ഗോവിന്ദൻ മാസ്റ്റർ പുതുതലമുറയ്ക്ക് നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ല. ശ്രീനി ആലക്കോട്, ദൂരദർശൻ ന്യൂസ്, കണ്ണൂർ.